ഓം നമോ ഭഗവതേ വാസുദേവായ. നാരായണീയം ദശകം 20 സംഗ്രഹം. വൃഷഭയോഗീശ്വര ചരിതമാണ് ഇതിൽ പ്രതിപാദിക്കുന്നത്. വൃഷഭദേവാവതാര ചരിതമെന്നും ഇതിനെ പറയപ്പെടുന്നു. പ്രിയവ്രത രാജാവിൻ്റെ പുത്രനായ ആഗ്നീന്ദ്രനിൽ നിന്ന് ജനിച്ച നാഭി നിന്തിരുവടിയെ തന്നെ, ഭഗവാനെ തന്നെ പ്രീതിപ്പെടുത്തുവാൻ യാഗാദി കർമ്മങ്ങൾ അനുഷ്ഠിച്ച് അഭീഷ്ടം നൽകുന്ന നിന്തിരുവടിയെ തന്നെ ദർശിച്ചു, പ്രത്യക്ഷപ്പെട്ടു. മുനിശ്രേഷ്ഠന്മാരുടെ പ്രാർത്ഥന കൈക്കൊണ്ട് അവിടുന്ന് തന്നെ നാഭിക്ക് പുത്രനായി അവതരിച്ചു കൊള്ളാമെന്ന് അനുഗ്രഹിച്ചു. ഭഗവാൻ തന്നെ പുത്രനായിട്ട് ജനിക്കാൻ പറഞ്ഞു. നിന്തിരുവടി നാഭിയുടെ പത്നിയായ മേരുദേവിയിൽ ദൃഷഭൻ എന്ന പേരിൽ അംശാവതാരമായിട്ട് പിറന്നു. ഇത് ദേവേന്ദ്രന് പോലും അസൂയ തോന്നത്തക്കവണ്ണം എല്ലാ ജനങ്ങൾക്കും സന്തോഷം പ്രദാനം ചെയ്യുന്ന ഒരു ഭരണമാണ് കാഴ്ചവെച്ചത്. അധികം വൈകാതെ പിതാവ് മേരുദേവിയോടുകൂടി തപോവനത്തിൽ ചെന്ന് തപസ് ചെയ്ത് നിന്തിരുവടിയുടെ പാദത്തെ പ്രാപിച്ചു. അസൂയമൂത്ത ദേവേന്ദ്രൻ ഈ അജനാഭ വർഷത്തിൽ മഴ പെയ്യിച്ചില്ല. അവരുടെ രാജ്യത്തിൽ മഴ പെയ്യിച്ചില്ല. പക്ഷേ ഋഷഭദേവൻ യോഗബലം കൊണ്ട് അജനാഭം ധാരാളം മഴയുള്ളതാക്കി തീർത്തു. സ്വയം പവറിൽ സന്തോഷവാനായ ഇന്ദ്രദേവൻ നൽകിയ സുന്ദരിയായ ജയന്തിയിൽ ഋഷഭന് 100 പുത്രന്മാരുണ്ടായി. ഇവരിൽ ജ്യേഷ്ഠനാണ് രാജാവായ ഭരതൻ. ഈ രാജാവിൻ്റെ പേരിലാണ് ഭാരതം എന്ന് അറിയപ്പെടുന്നത്. ഇന്ത്യനെ ഭാരതം എന്ന് അറിയപ്പെടാനുള്ള കാരണം അതാണ്. 9 പുത്രന്മാർ യോഗീശ്വരന്മാരായി. മറ്റ് 9 പുത്രന്മാർ ഭാരതത്തെ തന്നെ പരിപാലിച്ചു, ഓരോരോ സ്ഥലങ്ങളൊക്കെ. ബാക്കിയുള്ള 81 പുത്രന്മാർ തപശക്തി കൊണ്ട് ബ്രാഹ്മണ്യം പ്രാപിച്ചു. ഋഷഭദേവൻ പുത്രന്മാർക്ക് വൈരാഗ്യം, ഭക്തി, മുക്തിമാർഗം എന്നിവ ഉപദേശിച്ച് ജീവൻ മുക്താവസ്ഥയെ പ്രാപിച്ചു. ജീവമുക്താവസ്ഥ പറഞ്ഞാൽ എല്ലാത്തിനും വിട്ടിട്ട്, അതായത് രാഗദേശാദി വികാരമന്യേ അവധൂതാവസ്ഥ കൈക്കൊണ്ട് ലോകം മുഴുവൻ ഒരു ഭ്രാന്തനെ പോലെ ചുറ്റി സഞ്ചരിച്ചു ഈ ഋഷഭദേവൻ. തുടർന്ന് പരബ്രഹ്മ സ്വരൂപത്തെ പ്രാപിക്കുകയും ചെയ്തു. അപ്രകാരമുള്ള ഗുരുവായൂരപ്പ, അവിടുന്ന് എൻ്റെ ദുഃഖങ്ങളെ അകറ്റിത്തരണമേ. ഇതാണ് സംഗ്രഹം. ഓം നമോ ഭഗവതേ വാസുദേവായ.